ഇമ്രാൻഖാൻ പാക് ജയിലിൽ കൊല്ലപ്പെട്ടു. അഭ്യൂഹങ്ങൾക്കിടെ മുൻ പ്രധാനമന്ത്രിയെ കാണാൻ അനുമതി തേടി സഹോദരിമാർ. മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ജയിലിൽ വെച്ച് കൊല്ലപ്പെട്ടെന്ന അഭ്യൂഹങ്ങൾക്കിടെ തടവിലുള്ള സഹോദരനെ കാണാൻ അനുമതി ചോദിച്ചതിന് പോലീസുകാർ ക്രൂരമായി മർദ്ദിച്ചെന്ന് ഇമ്രാന്റെ സഹോദരിമാർ. നൊറീൻ ഖാൻ, അലീമ ഖാൻ, ഉസ്മാ ഖാൻ എന്നിവർക്കാണ് പോലീസിന്റെ മർദ്ദനമേറ്റത്. റാവൽപിണ്ടിയിലെ അഡിയാല ജയിലിൽ കഴിയുന്ന ഇമ്രാനെ കാണാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടതിനാണ് തങ്ങളെയും പാർട്ടി പ്രവർത്തകരെയും പോലീസ് ക്രൂരമായി മർദ്ദിച്ചതെന്നാണ് ഇവരുടെ ആരോപണം. മരിച്ചെന്ന അഭ്യൂഹങ്ങൾക്കിടെ ഇമ്രാന്റെ നൂറുകണക്കിന് അനുയായികളും ജയിലിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയിരുന്നു. 2023 മുതൽ ഇമ്രാൻഖാൻ റാവൽപിണ്ടിയിലെ അഡിയാല ജയിലിലാണ്. തങ്ങളുടെ സഹോദരനെ 3 ആഴ്ചയിലധികമായി കാണാനും അധികൃതർ അനുവദിച്ചിട്ടില്ലെന്നും ഖാന്റെ സഹോദരിമാർ ആരോപിക്കുന്നു. ഇമ്രാൻഖാനെ കാണണമെന്ന് സഹോദരിമാർ ആവശ്യപ്പെട്ടതിനാണ് പാക് ഭരണകൂടം ക്രൂരമായി അദ്ദേഹത്തിന്റെ സഹോദരിമാരെ മർദ്ദിച്ചതെന്ന് പാകിസ്ഥാൻ തെഹ്രീക് ഇ ഇൻസാഫ് പാർട്ടി ആരോപിച്ചു. യാതൊരു പ്രകോപനവുമില്ലാതെയാണ് പോലീസ് തങ്ങളെ മർദ്ദിച്ചതെന്നും ഇമ്രാന്റെ സഹോദരിമാർ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള ആശങ്കകൾക്കിടെ റോഡിൽ തങ്ങളും പാർട്ടി പ്രവർത്തകരും സമാധാനപരമായി പ്രതിഷേധിക്കുകയായിരുന്നു. ഗതാഗതം തടസ്സപ്പെടുത്തുകയോ നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനമോ ഒന്നും തങ്ങളുടെ പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. രാത്രി തെരുവ് വിളക്കുകൾ അണച്ച ശേഷം പോലീസ് ക്രൂരമായ മർദ്ദനമാണ് അഴിച്ചുവിട്ടത്. 71 വയസ്സായ തന്നെ അവർ മുടിക്കു പിടിച്ച് നിലത്തേക്ക് വലിച്ചിഴച്ചാണ് മർദ്ദിച്ചത്. തനിക്ക് സാരമായ പരിക്ക് പറ്റിയെന്നും പോലീസ് മേധാവിക്ക് അയച്ച കത്തിൽ അവർ പറയുന്നു. കഴിഞ്ഞ 3 വർഷമായി സമാധാനപരമായി പ്രതിഷേധിക്കുന്ന പൗരന്മാരെ മർദ്ദിക്കുന്ന നടപടിയാണ് പോലീസ് തുടരുന്നത്. ഇത് അങ്ങേയറ്റം അപലപനീയമാണ്. ക്രൂരമായി ആക്രമണം നടത്തിയ പോലീസുകാർക്കെതിരെ നടപടി വേണമെന്നും കത്തിൽ പറയുന്നു. ഇമ്രാൻഖാൻ ജയിലിൽ വെച്ച് കൊല്ലപ്പെട്ടെന്ന രീതിയിൽ നിരവധി വാർത്തകൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല.